ഉമ്മക്ക് എന്താ തിന്നാന്ന് പറഞ്ഞേ? പഴംപൊരി ഉണ്ടാക്കി തരുമോ? പിന്നെന്താ വീട്ടിലേക്ക് പോയാലോ നമുക്ക്? ആദ്യമായിട്ട് നമുക്ക് പഴം ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോ നമ്മ പഴം നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മ അതിനുള്ള മാവാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് നമ്മ മൈദ 3 കപ്പ് മൈദയാണ് നമ്മ എടുക്കുന്നത്. ഇത് കപ്പളവിലല്ല, ഞങ്ങളൊരു കയ്യിലാണ് എടുത്തേക്കണേ. ആവശ്യത്തിനാണ് നമ്മ ഇതിനനുസരിച്ച് ഒരു 3 കപ്പ് എടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് മഞ്ഞ കളർ വരാനായിട്ട് മഞ്ഞപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് ആവശ്യത്തിന് ഇത് മിക്സ് ചെയ്യാനുള്ള ആവശ്യത്തിന് വെള്ളം ചേർത്ത് ബാറ്റർ ഒരുപാട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. ആ ഒരു രീതിയിൽ നമുക്ക് ഈ പഴത്തിലൊന്ന് മിക്സ് ആയിട്ട് അതിലൊന്ന് കോട്ട് ചെയ്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം, അതിനനുസരിച്ചുള്ള വെള്ളം മതി. അപ്പൊ നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവാവണ വരെ ഒന്ന് കാണിച്ച് ഒന്ന് ഇതാക്കി ഈ ഒരു പരുവാവണ വരെ നമ്മൾ മിക്സ് ചെയ്യാം. ഇതില് പഴത്തിന് മധുരമില്ല, ഒരുപാട് പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴം ഒന്ന് കരിയും. അതാണ് ഞങ്ങൾ ആഡ് ചെയ്യാത്തത്. പക്ഷെ പഴം ഓൾമോസ്റ്റ് ഞങ്ങൾ പഴുത്തിട്ടുണ്ട്, അതാണ്. പിന്നെ നമ്മള് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തില്ലേ, ആ വെള്ളത്തിന്റെ ഒരു ഗ്ലാസ് മൊത്തം ഒഴിച്ചു, പിന്നെ കുറച്ചും കൂടി ഒഴിക്കേണ്ടി വന്നു ആ ഒരു ബാറ്ററിയുടെ പരുവം ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ പഴം ഒന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായോ നോക്കാം. ചൂടായ ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഞങ്ങളുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പൊ സൺഫ്ലവർ ഓയിൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഈ പഴം ഒന്ന് മുങ്ങിക്കിടക്കണം, ആ ഒരു പരുവത്തില് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം നന്നായിട്ട് ആ മിക്സിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് പഴം ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞങ്ങള് പഴംപൊരി ഒന്ന് മറിച്ചിട്ടായിരുന്നു. അപ്പൊ ഈ ഒരു പരുവാകുമ്പോ നമുക്ക് പഴംപൊരി എടുക്കാം, പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഉമ്മ ചോദിച്ച പഴംപൊരി റെഡി. ഒന്ന് കഴിച്ചു നോക്കി. അങ്ങനെയുണ്ട്, സൂപ്പർ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ.